അങ്ങനെ നമ്മുടെ അലീനെ ശരണ്യെ കണ്ട് വന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് അവളെ ഒരുപാട് പഠിപ്പിക്കണം, അവൾക്ക് എന്താ ആഗ്രഹമാണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് അവളെ ആക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താവണം വെച്ചാൽ ആവട്ടെ മോളെ, നമുക്കത് വേണ്ടതുപോലെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബബിതോട് ആ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം നീ നല്ല കുട്ടിയായി, നീ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് നിന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം മുഴുവനും മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ അമ്മ മാത്രം മാറാത്ത, അവളെ ദൈവതമ്പുരാൻ ഇനി താഴെ ഇറങ്ങി വന്ന് നന്നാക്കിയാലേ ഇനി അവൾ നന്നാവുള്ളൂ, അല്ലാതെ അവൾ ഇനി ഒരു കാലത്ത് നന്നാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിൻ്റെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്, എല്ലാം നല്ലതാക്കി കൊടുക്കുന്നുണ്ട്, അവനെ സുന്ദരനാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ വൈജ അലീന രോഹിത്തിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മക്കൾ ഒരു കാര്യത്തിനും ആ അലീന പറഞ്ഞവളെ ഈ കുടുംബം നശിപ്പിക്കാൻ വന്നവളുടെ കാല് പിടിക്കരുത്, ഒരു അവതാരം അവളെ സ്വീകരിക്കരുത് എന്നൊക്കെ പറയുന്നത്. എന്തായാലും മക്കളാണെങ്കിൽ അതൊന്നും കേൾക്കണില്ല. പിന്നെ കാണിക്കണം നമ്മുടെ മനു നേരെ ചെല്ലുന്ന വീട്ടിലേക്ക്. ആ സമയത്ത് കമല ചോദിക്കേണ്ടത്, എന്താടാ നീ അലീനെ കൂട്ടിയിട്ട് എവിടേക്കാടാ പോയിരുന്നത്, എന്താടാ പറഞ്ഞതെന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അവളെ കല്യാണം കഴിക്കൂ, അവളല്ലാതെ ഞാൻ വേറെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കമലയാണെങ്കിൽ ഞെട്ടിങ്ങോട്ട് നിൽക്കേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.